ഇനി നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന വേർഡ് സിമുലേറ്റിംഗ്. സിമുലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? അനുകരിക്കുക. അപ്പോൾ ദ ഓഫൺ കിഡ്സ് സിമുലേറ്റിംഗ് ദ റിയാലിറ്റി. അതായത് അനാഥരായ കുട്ടികൾ യാഥാർത്ഥ്യത്തെ അനുകരിക്കുന്നു. അവരെന്താണ് റിയൽ ലൈഫിലുള്ളത് അത് അവരനുകരിക്കുന്നു. ദ യങ്സ്റ്റേഴ്സ് സിമുലേറ്റിംഗ് ദ പർട്ടിക്കുലർ തിങ്, ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം അനുകരിക്കുന്നു. ഇത് സിമുലേറ്റിംഗ് അനുകരിക്കുക. ഇനി സ്റ്റിമുലേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തേജിപ്പിക്കുക. ദ മാനേജർ സ്റ്റിമുലേറ്റിംഗ് ദ സ്റ്റാഫ് ടു ഡു ദ വർക്ക് ഇൻ എ പ്രോപ്പർ വേ. അതായത് വർക്കുകൾ കറക്റ്റായിട്ട് ചെയ്യാൻ മാനേജർ അവരുടെ സ്റ്റാഫുകളെ ഉത്തേജിപ്പിക്കുന്നു. അത് സ്റ്റിമുലേറ്റിംഗ് എന്നാണ്. സിമുലേറ്റിംഗ് അനുകരിക്കുക, സ്റ്റിമുലേറ്റിംഗ് ഉത്തേജിപ്പിക്കുക. നെക്സ്റ്റ് വേർഡ് ഇസ് റീസർഫേസിങ്. സർഫേസിങ് എന്ന് പറഞ്ഞാൽ പുനർനിർമ്മിക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റീസർഫേസിങ്, അത് പുനർനിർമ്മിക്കുക. അതിനെയാണ് റീസർഫേസിങ് എന്ന് പറയുന്നത്. അടുത്തത് നീന ആൻഡ് മീന. ഈ സെൻറ്റൻസുകളാണ്. നീന ആൻഡ് മീന ഹാവ് ഓൾ റീസെൻ്റ്ലി ടോക്ക്ഡ് അബൌട്ട് ദ ന്യൂ ഫാഷൻ ട്രെൻഡ്. അതായത് മീനയും ഫാഷൻ ട്രെൻഡിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിലിത്. നമ്മൾ ഇത്തിരി വ്യത്യസ്തത വരുത്താനാണ് പറയുന്നത്. മീന ആൻഡ് മീന ഹാവ് ഓൾ റീസെൻ്റ്ലി ടോക്ക്ഡ് അബൌട്ട് ദ ന്യൂ ട്രെൻഡ്. അപ്പോൾ ഓൾ റീസെൻ്റ്ലി ടോക്ക്ഡ്, അവിടെ ഭാഷയെ നമ്മൾ വളർത്താണ്. റീസെൻ്റ്ലി ടോക്ക്ഡ് അബൌട്ട് ദ ന്യൂ ട്രെൻഡ് ഓഫ് ഫാഷൻ, അല്ലെങ്കിൽ ന്യൂ ഫാഷൻ ട്രെൻഡ് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറയാം, രണ്ട് പേര് ഇതിനെക്കുറിച്ച് അടുത്ത കാലത്ത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ദ പീപ്പിൾ ഹാവ് ഓൾ, എല്ലാ മനുഷ്യരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദ പീപ്പിൾ ഹാവ് ഓൾ റീസെൻ്റ്ലി ടോക്ക് അബൌട്ട് ദിസ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ ഓർ പർട്ടിക്കുലർ ന്യൂസ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ് ആണ് ദോ ആസ് മേരി പോയിൻറ്റ്സ് അറ്റ്. എന്താണ് മേരി? ആസ് എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ള അർത്ഥത്തിലുണ്ട്, കാരണം എന്ന അർത്ഥത്തിലുണ്ട്. ആ സെൻറ്റൻസിനനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. ദോ എന്ന് പറഞ്ഞാൽ എങ്കിലും എന്നുള്ള അർത്ഥമാണ്. എങ്കിലും റോസി പറഞ്ഞ പോലെ എന്നാണ് കാര്യങ്ങൾ. ദോ ആസ് റോസി പോയിൻറ്റ്സ് അറ്റ് ദ മാറ്റർ. അതാണ് ആസ് മേരി പോയിൻറ്റ്സ് അറ്റ്, ആസ് വർഷ പോയിൻറ്റ്സ് അറ്റ്, ആസ് ഗഗൻ പോയിൻറ്റ്സ് അറ്റ്. ഓക്കെ, if this next sentence, this will involve many of the same treatment. ഇത് ഇൻവോൾവ് ചെയ്യുന്നു സെയിം. ഇത് എന്താണ്? ദിസ് വിൽ ഇൻവോൾവ് മെനി ഓഫ് ദ സെയിം. മെനി ഓഫ് ദ എന്തെങ്കിലും ഒരു കുറേ കാര്യങ്ങൾ ഒരേപോലത്തെയാണെന്ന് പറയുമ്പോൾ നമ്മൾ പറയാണ് ദിസ് വിൽ ഇൻവോൾവ് many of same treatments or many of. ഇതിൽ കുറേ സെയിം കുറേ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അതാണ് ദിസ് വിൽ ഇൻവോൾവ് മെനി ഓഫ് സെയിം വേർഡ്സ്. അടുത്തത് വി കുഡ് ഹെൽപ്പ് ദാറ്റ്, ഞങ്ങൾക്ക് സഹായിക്കാനാകും. അപ്പോൾ വി കുഡ് സഹായിക്കാനാകും എന്നാൽ സഹായിച്ചു എന്നുള്ള വരുന്ന ആകും എന്ന് പറയാം. വി കുഡ് ഹെൽപ്പ് ദാറ്റ്, വി കുഡ് റൺ ദാറ്റ്, വി കുഡ് ഡു ദാറ്റ്, ചെയ്യാനാകും. അടുത്തത് ഈസ് ഓൾസോ സീയിങ് ദ റൈസ് ഓഫ് മോർ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്സ്. അവന് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ അവൻ കാണുന്നു, അതിൻ്റെ ഉദയം കാണുന്നു, പുതിയ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഉദയം കാണുന്നു. അപ്പോൾ ഹി ഓൾസോ, നമ്മളവിടെ ഹി ഓൾസോ അവിടെ ആഡ് ചെയ്യണം. ഹി സീയിങ് ദ ന്യൂ റൈസ് ഓഫ് ദ ന്യൂ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ മതി. ആ ഭാഷയെ മതി. ഈസ് ഓൾസോ സീയിങ് ദ റൈസ് ഓഫ് ദ ന്യൂ ട്രീറ്റ്മെൻറ്റ്. നെക്സ്റ്റ് എലോങ് വിത്ത് ഹിം, അവനോടൊപ്പം. ഐ വാക്ക് എലോങ് വിത്ത് ഹിം, ഞാൻ അവനോടൊപ്പം നടക്കും. ഐ വാക്ക് എലോങ് വിത്ത് ഫാദർ ഓർ ഐ വാക്ക് എലോങ് വിത്ത് മൈ മദർ. അപ്പം രണ്ട് പേര് എലോങ് വിത്ത് എന്ന് പറയുമ്പോൾ ആരോടൊപ്പമാണോ ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളെയാണ് എലോങ് വിത്ത്. ഒപ്പം എന്ന് കാണിക്കുന്ന അതോടൊപ്പം. along with that particular അതേ വസ്തുവിനോടൊപ്പം ഇറ്റ് ഈസ് ദേ ഹാവ് ഗിവൺ ദിസ് പർട്ടിക്കുലർ ഐറ്റം, അതിനോട് കൂടെ ഈ ഒരു ഐറ്റം കൂടെ തന്നു. ഓക്കെ, ഇനി അടുത്തത് അതൊരു നല്ല കാര്യമാണ്. ദാറ്റ്സ് വൺ ഗ്രേറ്റ് തിങ്. നല്ല കാര്യങ്ങളിൽ ഒന്നാണ്. ദാറ്റ് വൺ ഓഫ് ദ ഗ്രേറ്റ് തിങ്സ്. വൺ ഓഫ് ദ വയ്ക്കുമ്പോൾ എന്തിനാണ് വയ്ക്കുന്നത് അവിടെ ഒരു എസ് ചേർക്കണം, കൂടുതലായിട്ട് പറയണം. പ്ലൂറൽ ഫോമിൽ പറയാമെന്ന് നമ്മൾ അതിനെ പറയും. ദിസ് ഈസ് എന്താണ്? ദാറ്റ്
വൺ ഓഫ് ദി ഗ്രേറ്റ് തിങ്സ്. അത് കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. നെക്സ്റ്റ് ഇറ്റ് ഈസ് റിയലി സോഴ്സ്ഡ് ഇൻ പോപ്പുലാരിറ്റി. സോഴ്സ്ഡ് ഇൻ എന്തിന് ജനപ്രീതിയിൽ നിന്ന്, എന്തെങ്കിലും ഒരു ജനപ്രീതി എന്തിലെങ്കിലും നിന്ന് ഉത്ഭവിച്ചതാണ്, തുടങ്ങിയതാണ് എന്ന് പറയാനാണ് സോഴ്സ്ഡ് എന്ന് പറയുക. അപ്പോൾ റിയലി ഇറ്റ് സോഴ്സ്ഡ് ഇൻ പോപ്പുലാരിറ്റി, ഇത് ശരിക്കും ഒരു ജനപ്രീതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ഇനി റെഫറൻസിങ് ടു, പരാമർശിക്കുന്നത്, ഇത് ജേർണൽ റെഫറൻസിങ് ടു സംതിങ്, ആ ജേർണൽ ഇതിനെ കുറിച്ചിട്ടാണ് പരാമർശിക്കുന്നത്. അപ്പം പരാമർശിക്കുന്നത്, പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് റെഫറൻസിങ്, എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റെഫറൻസിങ് എന്ന് പറയാവുന്നതാണ്. ഇത് സ്റ്റാൻഡേർഡ് കൂടെ റെഫറൻസിങ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂട്ടുന്നതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹാർഡ് ടു നോ, ഇതറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു നോ, ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു നോ, വളരെ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊരു മാറ്റമാണ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ടുവേർഡ്, മുന്നോട്ടുള്ള ഒരു മാറ്റമാണ്. ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ടുവേർഡ്, ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ടുവേർഡ്. ഷിഫ്റ്റ് എന്ന് പറയാൻ ഷിഫ്റ്റ് ടുവേർഡ്, മുന്നോട്ടുള്ള എന്നുള്ള ഒരർത്ഥത്തിൽ ഇറ്റ് ഈസ് എ ഷിഫ്റ്റ് ടുവേർഡ്. ജസ്റ്റ് ഡൺ ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ, ഇതൊരു തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത ഒരു വർക്കാണ്. ജസ്റ്റ് ഡൺ ഇറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. ഇനി ഏതാണ് വരുന്നത്? പ്രൊപ്പൻസിറ്റി, പ്രവണത. ദ പ്രൊപ്പൻസിറ്റി ഓഫ് സംതിങ്, ഇത് കുട്ടികളുടെ, ഇറ്റ് ഈസ് എ പ്രൊപ്പൻസിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്, ഇറ്റ് ഈസ് ദ പ്രൊപ്പൻസിറ്റി ഓഫ് ദ ടീച്ചേഴ്സ്, ഇത് അവരുടെ ഒരു പ്രവണതയാണ്. ഇറ്റ് ഈസ് ദ പ്രൊപ്പൻസിറ്റി ഓഫ് ദ ന്യൂസ് എഡിറ്റേഴ്സ്, ഇത് അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ടെന്നുള്ളതിനെയാണ് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്. താങ്ക് യു.